നമസ്കാരം. നമ്മൾ ഇന്നൊരു ചക്കക്കുരു മെഴുക്കുവരട്ടി വെക്കാനാണ് പോകുന്നത്. ഞാൻ എൻ്റെ മോളുടെ വീട്ടിൽ ദുബായിലാണ്. അടുക്കള കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ അടുക്കളയല്ലേ ഇതെന്ന്. അവിടെ അവൾക്ക് ചക്കക്കുരു മെഴുക്കുവരട്ടി ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ചക്കക്കുരു കൊണ്ടുവന്നായിരുന്നു. അതുകൊണ്ട് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. അത് നിങ്ങളെ കൂടി കാണിച്ചു തരാം. ചക്കക്കുരുവിനെ നമ്മൾ കീറുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് വെക്കുക, നടുവേ കീറി. ഇനി ഇതിനെ നമുക്ക് ആറായിട്ട് കീറി. ഇത് കണ്ടോ, നമുക്കിനി ഇത് കഴുകിയെടുക്കാം. ഇത് 4-5 പ്രാവശ്യം കഴുകി കൊണ്ടുവന്നപ്പം വെള്ളമെല്ലാം നല്ലപോലെ തെളിഞ്ഞ് ഇതിൻ്റെ അകത്തെ ആ പൊടിയെല്ലാം അങ്ങ് പോയി. നമുക്കിത് വാരി ഒരു ചീനച്ചട്ടിയിലോട്ടിടാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മസാലപ്പൊടി, ഗരം മസാലയാണ്, 1/4 ടീസ്പൂൺ ഉപ്പ്, 2 തണ്ട് കറിവേപ്പില ഇടാം. ചക്കക്കുരു നന്നായി വേകാൻ വേണ്ടി നമുക്കൊരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം. ഇനി തീ കത്തിച്ച് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആയിട്ടുണ്ട്, ഓഫ് ചെയ്യാം. നമുക്ക് വേറൊരു പാത്രം ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കാം. 1/2 ടീസ്പൂണോളം കടുകിടാം. ഇനി ഈ ചക്കക്കുരു നമുക്കിതിലേക്ക് ഇടാം. ഇനി ഇത് ഇളക്കി മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂക്കണം. നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി വെക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്കക്കുരു മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കുക.